സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമായിരുന്നു ഷാരോണിൻ്റെത്. ഷാരോണിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ കാമുകി ഗ്രീഷ്മ നടത്തിയത് ത്രില്ലർ സിനിമയെ വെല്ലുന്നു ഗൂഢാലോചന. പലകുറി ഗ്രീഷ്മ ആവർത്തിച്ച കള്ളങ്ങൾ എല്ലാം പൊളിച്ചത് ഷാരോണിൻ്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായിട്ടുള്ള ഷിമോണായിരുന്നു. ആദ്യ ശ്രമം എന്ന രീതിയിൽ ജ്യൂസിൽ പാരസിറ്റമോൾ കുടികൾ അമിത അളവിൽ കലക്കി കൊടുത്തു. എന്നാൽ ഈ ശ്രമം പൊളിഞ്ഞതോടുകൂടിയാണ് വിഷത്തെക്കുറിച്ച് പ്രത്യേക പഠനം ഗ്രീഷ്മ നടത്തിയത്. ഇതിനു വേണ്ടി ദിവസങ്ങളോളം ഗൂഗിൾ സെർച്ച് നടത്തുകയും ചെയ്തിരുന്നു. വിഷം ഉള്ളിൽ ചെന്ന് മരണപ്പെട്ടാൽ പരിശോധനയിൽ അത് അറിയുമെന്ന് ഗ്രീഷ്മയ്ക്ക് മനസ്സിലായിരുന്നു. അതാണ് പാരാകിറ്റിലേക്ക് ഗ്രീഷ്മയെ എത്തിച്ചത്. പാരാകിറ്റ് അകത്തു ചെന്നാൽ 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ അംശം ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുമെന്നും മരണം സാവകാശം ആയിരിക്കുമെന്നും മനസ്സിലാക്കിയതോടുകൂടിയാണ് ഈ വിഷം ഉപയോഗിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചതും. എന്നാൽ പാരാകിറ്റ് അകത്ത് ചെന്നാൽ ഇത് മറ്റ് അവയവങ്ങൾക്കുണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ച് ഗ്രീഷ്മ അറിഞ്ഞിരുന്നില്ല. കഷായമാണ് നൽകിയതെന്ന ഗ്രീഷ്മയുടെ വാദം അങ്ങനെയാണ് സഹോദരൻ പൊളിച്ചത്. പാരാകിറ്റ് അകത്ത് ചെന്നാൽ മാത്രമുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഷാരോണിനും ഉണ്ടായിരുന്നു. തൊണ്ട മുതൽ താഴോട്ട് പൂർണ്ണമായും കരിഞ്ഞതുപോലുള്ള അവസ്ഥയിലായിരുന്നു. ഇക്കാര്യങ്ങൾ ഡോക്ടർമാർക്ക് മനസ്സിലായതോടുകൂടി കുടിച്ചത് വെറും കഷായമല്ലെന്ന് ഉറപ്പിക്കുകയായിരുന്നു. 14-ാം തീയതി ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ ശേഷം ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടെയാണ് ശാരീരിക ആവശ്യതയുണ്ടെന്ന് പറഞ്ഞ് ഷാരോൺ വീട്ടിലെത്തിയതും മുറിയിൽ പോയി കിടന്നുറങ്ങിയതും. പക്ഷേ ഛർദി തുടങ്ങിയതോടുകൂടി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. 22-ാം തീയതി രാവിലെയാണ് വീട്ടിൽ ഷാരോൺ ഇക്കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുന്നത്. അപ്പോഴേക്കും അകത്ത് ചെന്ന വിഷത്തിൻ്റെ അംശം ശരീരത്തിൽ നിന്നും പോയിരുന്നു. ഇത് സംബന്ധിച്ച് ഷിമോണും കസിനായിട്ടുള്ള സജിനും ഒട്ടേറെ തവണ ഗ്രീഷ്മയെ വാട്സപ്പ് ചാറ്റിലൂടെയും വിളിച്ചൊക്കെ ചോദിച്ചു. ആദ്യം കോകിലാക്ഷൻ കഷായമാണ് കൊടുത്തതെന്ന് ഗ്രീഷ്മ പറഞ്ഞു. എന്നാൽ ഷിമോൺ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കഷായത്തിൻ്റെ കാര്യം ആദ്യം തന്നെ കള്ളമാണെന്ന് മനസ്സിലാക്കി. കഷായം അമിത അളവിൽ കുടിച്ചാൽ പോലും മരണം സംഭവിക്കാൻ ഇടയില്ലെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. എന്തായാലും വളരെ അധികം അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വധശിക്ഷയാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്.